സാറ് പറഞ്ഞു ഇനിയും പഠിക്കണം. നമ്മളൊക്കെ കാത് കുത്തിയൊക്കെയില്ലേ, അതുകൊണ്ട് അവന് കുത്തണമെന്ന് പറഞ്ഞു. കാത് കുത്തി നോക്കിയപ്പോ അമ്മയുടെ കാതിൽ നേരത്തെ പിടിച്ച കുത്തി സുന്ദരിയേവാ വെണ്ണിലവേവാ. അവന്റെ അപ്പന് വലിയ ആഗ്രഹമായിരുന്നു അവൻ സ്റ്റേജിലൊക്കെ കയറി വായിക്കണമെന്നൊക്കെ. വായിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം സ്ലോയില് പഠിക്കും. നിങ്ങക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ഇതിപ്പോ മൂന്നാമത് അമ്മ വാങ്ങിച്ചു കൊടുത്തതാണ്. കൈ ഇങ്ങനെ യോജിപ്പിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് എഴുതും അല്ലേ? നമ്മളെല്ലാരും എന്നും ഇരുന്ന് അവനെ നോക്കുമൊന്നും പറ്റില്ലല്ലോ. സഹായം അവനിൽ നിന്നും ഉണ്ടെന്നുള്ള ഒരു ഇതിലാണ്. ഒരു കിഡിലും കലാകാരനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോവളത്ത് എത്തിയിരിക്കുന്നത്. ആൾ എൻ്റെ മുന്നിലുണ്ട്, +2 പഠിക്കുകയാണ് അല്ലേ? കലാകാരൻ ഒന്ന് പരിചയപ്പെടുത്തിക്ക്, വേഗം പരിചയപ്പെടുത്തും. ആള് ഞാൻ പറഞ്ഞില്ലേ, ആള് +2 പഠിക്കുന്നുണ്ടെങ്കിലും 6 വർഷങ്ങൾക്ക് മുന്നേ ആൾക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് വരാൻ കാരണം സ്റ്റീഫൻ ദേവസിയുടെ അല്ലേ പ്രകടനം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട്. അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ ദേവസിയെ നേരിട്ട് കാണാനും പറ്റിയിട്ടുണ്ട് അല്ലേ? എവിടെ വെച്ചിട്ടായിരുന്നു കണ്ടത്? ലുലുമാന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ഹോട്ടലിൽ വെച്ചിട്ട്. ഹോട്ടലിൽ വെച്ച് കണ്ടിട്ട്. എന്നിട്ട് സാർ എന്താന്ന് പറഞ്ഞത്? ഇനിയും പഠിക്കണം. ലൈവില് കൂടെ വായിക്കാൻ അവസരം തരുമോന്ന് ചോദിച്ചോ? ചോദിച്ചു. സാർ പറഞ്ഞു ഒരു പ്രോഗ്രാമിട്ട് നേരിട്ട് വായിക്കാനും. വായിക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്തോരം പഠിക്കാൻ? അപ്പൊ ഇപ്പൊ ഇവിടെ കീബോർഡ് പഠിക്കാൻ പോകുന്നുണ്ടോ? സാർ വീട്ടിൽ നിന്ന് പഠിപ്പിക്കും. സാർ ഇവിടെ കീബോർഡ്. അപ്പം സാറെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ കൺഫ്യൂഷനായി. സ്റ്റീഫൻ ദേവസി ഇവിടെ ഒന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ കൺഫ്യൂഷനായി പോയി. പഠിപ്പിക്കുന്നുണ്ട്. എത്രത്തോളം പാട്ടിനകത്ത് ഇപ്പൊ വായിക്കുന്നുണ്ട്? കൊറേയൊക്കെ പാടുന്നു. ഇപ്പം ഇൻട്രസ്റ്റ് ആയെന്ന് പറഞ്ഞില്ലേ ചെറുതിലെ 6 വർഷങ്ങൾക്ക് മുന്നേ? അന്ന് കണ്ടിട്ട് ആദ്യം ആരോട് എന്താ പറഞ്ഞത്? അപ്പൂപ്പൻ വാങ്ങിച്ചു കൊടുത്തു. ആണോ? അപ്പൂപ്പൻ്റെ അടുക്ക പറഞ്ഞു, അപ്പൂപ്പ എനിക്ക് കീബോർഡ് വായിക്കണമെന്ന് പറഞ്ഞു. അപ്പൂപ്പൻ പറഞ്ഞു അതിനെന്ത് മോനെ വാങ്ങിച്ചു തരാമെന്ന്. അപ്പൂപ്പൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കീബോർഡ് വായിക്കണ ഒരു ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടാക്കി, രാവിലെയും വൈകുന്നേരവും കൊണ്ടാക്കി എടുത്തുകൊണ്ട് വരികയൊക്കെ ചെയ്യുമായിരുന്നു അപ്പൂപ്പൻ. അപ്പൂപ്പൻ മരിച്ച 5 വർഷമായി. അതിനുശേഷം അവൻ്റെ അച്ഛൻ കുറച്ച് ദിവസം കൊണ്ട് പോവുകയും നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അവൻ അതിനെപ്പറ്റി അപ്പൂപ്പൻ മരിച്ചതോടുകൂടി അവൻ അച്ഛനും അമ്മയെക്കാളും കൂടുതൽ സ്നേഹം അപ്പൂപ്പൻ്റെ അടുത്തായിരുന്നു. അപ്പം അവൻ്റെ അമ്മയാണ് കൂടുതലും കൊണ്ട് എല്ലാം ചെയ്യുന്നത്. പോവാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ ഒരു സാറിനെ വീട്ടിൽ വരുത്തിയാണ് പഠിപ്പിക്കുന്നത്. അവൻ എല്ലാ ഇതിനും അവന് പാട്ടിനും എല്ലാത്തിനും വലിയ ഉത്സാഹമൊക്കെ ഉണ്ട് ചെയ്യാൻ. അങ്ങനെ പഠിത്തത്തിൻ്റെ കൂടെ ഇതും അങ്ങനെ അങ്ങോട്ട് പോകണം. ഇപ്പം അമ്മയാണ് കൂടുതലും ചെയ്യണം. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് അമ്മയ്ക്ക് കൈ വയ്യാത്തത് കൊണ്ട് അവൻ തന്നെ പോവാന്നും ചെയ്യാന്നൊക്കെ പറഞ്ഞങ്ങനെ ഇറങ്ങി. ആളുടെ അനിയത്തിയല്ലേ? ഹലോ, ഇതാണ് ആളുടെ അനിയത്തി. ഞങ്ങളുടെ ഫ്രെയിമിൽ വാ, ഹായ് പറ. ഹായ്. ആളെ സഹായിക്കുന്ന ആളാണ് കേട്ടോ. ഇപ്പൊ അമ്മയ്ക്ക് കൈയൊക്കെ വയ്യ, അമ്മയുടെ കൂടെ ഇരുന്ന് സഹായിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരാളുണ്ട്, ഇയാള് പേരെങ്ങനെയാ? ആദിഷ്. എത്രയിലാ പഠിക്കുന്നേ? ചിരിക്ക് കൊടുക്കണം 100 മാർക്ക്. UKG B പഠിക്കുന്ന ചേട്ടായിനെ നോക്കുന്ന 2 ഗാർഡുകളാണ് ഇവർ രണ്ടുപേരും. ചേട്ടായിയുടെ ഗാർഡ്സ്. മോന്റെ അമ്മയുടെ പേരെങ്ങനെയാ? ശിവ ചേച്ചിയുടെ കൈ ഒടിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുക. അപ്പം ചേച്ചിയുടെ അമ്മയാണ് ഇപ്പൊ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ, ഒരു മോൾക്കടെ മോൻ, ആദ്യത്തെ മോൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷത്തിലിരിക്കുമ്പോഴാണ് ഒരു മോൻ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയായിരുന്നു അമ്മയെ ഒരു എന്താ പറയുക, നമ്മൾ സാധാരണക്കാരാണ്, നമുക്ക് പെട്ടെന്നൊരു ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരുന്നല്ലോ. എങ്ങനെയായിരുന്നു? അപ്പോഴെനിക്ക് വിഷമം ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം നമുക്ക് ഭയങ്കര ദുഃഖവും വിഷമവും ഒക്കെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ അവൻ്റെ ആ പ്രകൃതിയൊക്കെ കണ്ട് ഞങ്ങൾ മൊത്തവും മറന്ന് പിന്നെ അവനോട് ഉള്ള സ്നേഹമായി. അവൻ പിന്നെ ഓരോന്നും കാണിച്ചു കൂട്ടി. ഈ കൊച്ചു പിള്ളേരെ പോലെ അല്ലാത്ത ഒരു വലിയ പ്രകൃതിയൊക്കെ അവൻ കാണിച്ചു കൂട്ടും. അങ്ങനെയൊക്കെ ആയി. പിന്നെ നമുക്ക് ആ വിഷമം അങ്ങ് മാറി അവനിൽ നിന്ന് ആ സന്തോഷം കൊണ്ട്. പിന്നെ ഞങ്ങൾ ഈ അഭയവും ഇല്ല എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഇപ്പോഴും നമുക്കൊരു വലിയ ആളിൻ്റെ ഒരു സഹായം അവനിൽ നിന്നും ഉണ്ടെന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോഴും പോണത്. അയ്യോ അമ്മ, നമുക്ക് കരയൊന്നും ചെയ്യില്ല. ഇതേ എന്നെ കരയിച്ച് ഇവിടെ ഉള്ളവരല്ല, ഇവിടെ എത്ര പേരെ ഇന്റർവ്യൂ ചുറ്റും കാണാതിരിക്കും, അവരെല്ലാം കൂടെ എന്നെ ഇടിക്കും. പ്ലീസ്, ആ കൂടെ ഞാനും കരയും. അമ്മ കരഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ അതിന് മുന്നേ കരയുന്ന ആളാ. എന്നെ സങ്കടപ്പെടുത്തല്ലേ.
ഞാൻ ഇത്രയും നല്ല സന്തോഷമുള്ള ഒരാളെ കാണാൻ, ഇത്രയും കഴിവുള്ള ആളെ കാണാൻ വേണ്ടി വന്നതല്ലേ. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് വണ്ടി പിടിച്ച് ഇവിടെ വരുവോ? അതൊക്കെ അവന്റെ കഴിവുകൊണ്ടല്ലേ അല്ലേ? കഴിവില്ല ഞങ്ങളൊക്കെ വരുവോ അല്ലേ? അത് അമ്മ പറഞ്ഞ പോലെ ഒരു കുറവുമില്ല നമുക്ക്. ഇപ്പൊ എനിക്ക് കുറവായിട്ട് തോന്നണില്ലെങ്കിലും പറയുമ്പോഴും നിൽക്കുമ്പോഴും എനിക്ക് വലിയൊരു വിഷമമുണ്ട് മനസ്സിൽ. അവൻ ഒറ്റയ്ക്ക് നമ്മളെല്ലാരും എന്നും ഇരുന്ന് അവനെ നോക്കുമൊന്നും പറ്റില്ലല്ലോ. ആ ഒരു വിഷമം എനിക്ക് എപ്പോഴും മനസ്സിലുണ്ട്. അല്ലാതെ അവനെ കൊണ്ട് വേറെ അമ്മേനെയൊക്കെ അവന്റെ പേരിൽ അറിയപ്പെടുത്തിക്കും. ഇപ്പൊ അമ്മയുടെ പേരെങ്ങനെയാ? അമ്മയുടെ പേരെങ്ങനെയാ? ബേബി. ബേബി. മറ്റേ ഇനിയിപ്പൊ ബേബിയമ്മേനെ അറിയപ്പെടുന്നത് കാലത്തില് ഇന്ന ആളുടെ അമ്മൂമ്മ എന്നായിരിക്കും അല്ലേ? എങ്ങനെയായിരിക്കും അത്? പറ ചിരിക്കുവോ? ജ്യോതിഷിന്റെ അമ്മൂമ്മ. അടിപൊളി അടിപൊളി. അത് ഇത്രയും ചമ്മിക്കൊണ്ടാണ് പറയണ്ടത്. അത് നല്ല പ്രൗഡായിട്ടല്ലേ പറയണ്ടേ? കീബോർഡിസ്റ്റ് ജ്യോതിഷിന്റെ അമ്മൂമ്മ. അത് ആരെന്ന് വെച്ചാൽ മറ്റേ ജ്യോതിഷില്ലേ, ഏത് കീബോർഡ് വായിക്കുന്ന ജ്യോതിഷിന്റെ അമ്മൂമ്മ, അങ്ങനെ തന്നെ പറയട്ടോ. അത് വരും, അതൊക്കെ വരും. നമ്മൾ എല്ലാത്തിനും അതിൻ്റെ ഒരു സമയമുണ്ട്. അതൊക്കെ ഇപ്പൊ എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ? ഇല്ലല്ലോ. ഞാൻ ഇവിടെ വരെ വന്നില്ലേ, നിങ്ങൾ തേടി വന്നില്ലേ? അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ എല്ലാം ഇങ്ങനെ 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 വരും. ആണ്ട് അപ്പൂപ്പനോട് അവനെ കൊണ്ട് ഞങ്ങൾ ഒരുപാട് അച്ചാച്ചൻ കുഞ്ഞിപ്പെണ്ണെ കുറച്ചു മുമ്പ് ചേട്ടാടെ എന്താ തലേ തൂത്ത് കൊടുക്കുന്നുണ്ടല്ലോ, എന്തായിരുന്നു വേർപ്പോ? എല്ലാം കൊടുക്കാനും വാങ്ങിക്കുകയും നോക്കുകയൊക്കെ ചെയ്യും അവള്. അവള് 2 വയസ്സായപ്പോഴേ ചേട്ടൻ്റെ ഒക്കെ ഭയങ്കര കാര്യമാണ്. പിന്നെ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് ഇത്തിരി കൂടെ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടായി. ആദ്യമൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഉൾക്കൊള്ളാൻ ഭയങ്കര പാടാണ്. നമ്മൾക്ക് എന്താണ് ഇങ്ങനെ. പക്ഷെ ജ്യോതിഷിന് അതിന്റെ ഒരു കുറവും ഇല്ലാണ്ട് നിങ്ങളിവിടെ നോക്കുന്നത് അതെനിക്ക് ഇവിടെ വന്നപ്പോ മനസ്സിലായി അല്ലേ? സ്കൂളിലൊക്കെ എങ്ങനെയുണ്ട്? സ്കൂളിലൊക്കെ അടിപൊളിയാണ്. പ്രിൻസിപ്പാളും ഇപ്പൊ പഠിക്കുന്ന സ്കൂളിൽ പ്രിൻസിപ്പാളും കൂട്ടുകാരും ഒക്കെ നല്ല സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടാണ്. ടീച്ചേഴ്സും. 10ാം ക്ലാസ് വരെയോ? 10ാം ക്ലാസ് ഞാൻ വാഴോട്ട സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവിടുത്തെ ഫ്രണ്ട്സും ടീച്ചേഴ്സും നല്ല, പ്രിൻസിപ്പാളൊക്കെ നല്ല സപ്പോർട്ടാണ്. ഒരുപാട് റീൽസും വീഡിയോസ് ഒക്കെ കാണാറില്ലേ? അവിടെയൊക്കെ ഇങ്ങനെ ആളുകൾ കൂട്ടുകാരെ എടുത്തോണ്ട് പോവാന്നൊക്കെ. എങ്ങനെ എടുത്തോണ്ടൊക്കെയാണോ പോകുന്ന ആൾക്കാർ? വയറോടെ പിടിച്ചെടുത്ത് PT ഗ്രൗണ്ടിലായിരുന്നാലും എവിടെ പോയായിരുന്നാലും എന്നെയും കൊണ്ടേ പോകും. സുന്ദരനായിട്ടുണ്ട്, ചിള്ളനായിട്ടുണ്ട്. ഇങ്ങനെ കാതൊക്കെ കുത്തിയിട്ടുണ്ട്. തിരിഞ്ഞ കാണിക്കട്ടെ, കണ്ടോ? കാതൊക്കെ കുത്തിയിട്ടുണ്ട്, നല്ല രസമുണ്ട്. അതെന്താ കാത് കുത്തിയേ? ആ കൊച്ചില് നമ്മളൊക്കെ കാത് കുത്തിയൊക്കെയല്ലേ, അതുകൊണ്ട് അവനും കുത്തണമെന്ന് പറഞ്ഞു. ഞാനോർത്ത് ആചാരമൊക്കെ ആയിരിക്കും. അയ്യോ, ഞാൻ ഇത് കാത് കുത്തിയെന്ന് വെച്ച് നോക്കിയപ്പോ അമ്മയുടെ കാതിൽ നേരത്തെ പിടിച്ച കുത്തി വെച്ചേക്കുന്നത്. അങ്ങനെ ആഗ്രഹത്തിന് കുത്തിയതാണ്. ഞാനടുത്ത് വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ യുണീക്ക് ആയിട്ടിരിക്കാൻ ചിലപ്പോ കാത് കുത്തും, മൂക്ക് കുത്തും, അങ്ങനെ വല്ലാന്ന് വിചാരിച്ച്. ക്ലാസ്സിലൊക്കെ അപ്പൊ പ്രശ്നമൊന്നുമില്ല? ഉണ്ടായിരുന്നു, ഊരി വെച്ചിപ്പോ വെക്കേഷൻ ആയിട്ട്. ഓ അങ്ങനെ. ഇപ്പൊ വെക്കേഷൻ ആണോ നിങ്ങൾക്ക്? അല്ല, വെക്കേഷൻ അടുത്ത ആഴ്ച തിങ്കളാഴ്ച പോകണം. ഏതാ ഇപ്പൊ പഠിക്കുന്നത്? +2 കൊമേഴ്സ്. അപ്പൊ എക്സാം എഴുതുന്നത് എങ്ങനെയാ? ഞാൻ എഴുതും. ഫൈനൽ എക്സാം മാത്രം സ്ക്രൈബ് എഴുതും, ബാക്കി ഞാൻ എഴുതും. ഓണ എക്സാം, ക്രിസ്മസ് കൈ വെച്ചിട്ട്. ഇന്നൊരു പാട്ട് കൂടെ കേൾപ്പിച്ചേ. ആ കൈ ഉപയോഗിക്കത്തില്ല അല്ലേ? കൈ ഇല്ലല്ലോ. ഓ, അവിടെ കൈ ഇല്ലല്ലേ? ഓ, ഈ ഒരൊറ്റ ഇത് വെച്ചിട്ടേ ഉള്ളൂ. കാലിന്റേത് ഇങ്ങനെയാണ്. ഇല്ല, കാലില്ലല്ലോ. ഇത്ര നീളത്തിന് ഇതല്ലേ ഉള്ളൂ. അപ്പൊ ഈ ഒറ്റ കൈ വെച്ച് വായിക്കുമ്പോ സ്ട്രെയിൻ ഇല്ലേ നന്നായിട്ട്? ഇല്ല, ഇപ്പൊ പ്രാക്ടീസ് ആയിട്ട് സ്ട്രെയിൻ കുറവാണല്ലേ? ഇതുപോലൊരു പയ്യൻ മറ്റേ ആലപ്പുഴയിലുണ്ട്, ഈയിടെ കൈരളി അവാർഡൊക്കെ കിട്ടിയത്, കണ്ടിരുന്നോ? മാസിം. അങ്ങനെ അവൻ ഇതുപോലെ തന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ. അവൻ കണ്ണ് കെട്ടിയിട്ട് കീബോർഡിൽ പാട്ടൊക്കെ വന്ദേ മാതരമൊക്കെ പാടും. ഒരുപാട് ഇതുപോലെ തന്നെ മോനും സെയിം ആയിട്ട് തന്നെ മോനും ഇരിക്കുന്നു. എന്നിട്ട് മോനും ഇതുപോലെ തന്നെ വായിക്കും. പിന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത് പുതുതായിട്ട് പഠിച്ചേക്കുന്നത്? പുതിയ പാട്ടൊക്കെ പാടും? ഫാസ്റ്റ് കൈവച്ച് പറ്റത്തില്ല, അതുകൊണ്ട്. ഇപ്പം ഫാസ്റ്റ് വായിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വായിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം സ്ലോയിൽ പഠിക്കും. പഠിച്ചിട്ട് പയ്യെ
ഫാസ്റ്റിലോട്ട് വായിക്കും. ഫാസ്റ്റിലോട്ട് വായിക്കും. ഇതിന്റെ നോട്ടൊക്കെ താൻ എഴുതിയെടുക്കുമോ അതോ? ഇല്ല, സാറ് തരും പാട്ട്. ഇന്ന പാട്ടെന്ന് പറയുമ്പോൾ സാർ നോട്ട് ചെയ്ത് തരും. അതിന് സാർ പഠിപ്പിച്ചിട്ട് അതിന് പഠിച്ചതാണ്. ഇപ്പൊ ഈ കീബോർഡ് മുത്തശ്ശൻ അന്ന് വാങ്ങി തന്നാണ്? അല്ല, പിന്നെ വേറെ ഒരെണ്ണം വീണ്ടും ചീത്തയായി. ഇതിപ്പോ മൂന്നാമത് അമ്മ വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പം വാങ്ങിച്ചതൊക്കെ ചീത്തയായിപ്പോയി. വേറെ ഒരാളൊരെണ്ണം വാങ്ങിച്ചു കൊടുത്തു, അത് ചീത്തയായി. ഇപ്പൊ ഇത് അമ്മ വാങ്ങിച്ചു കൊടുത്തതാണ്. നോർമൽ ഒരു പാട്ട് പഠിക്കണമെങ്കിൽ, സ്പീഡ് അല്ലാതെ നോർമൽ ഒരു പാട്ട് പഠിക്കണ എത്ര ടൈം എടുക്കും? സാറ് നമ്മളിപ്പം സാർ എഴുതി തരണത് വരെ ഇരിക്കും. ഓ, അത്ര ഫാസ്റ്റ് ആയിട്ട് പഠിക്കാം. അതിൽ മറ്റേ CD ഇതിന്റെ നോട്ട്സ് ഉണ്ട്, അപ്പൊ അത് മനസ്സിലേക്ക് പെട്ടെന്ന് പഠിക്കാം. അല്ല, അതാ നോട്ടിൽ. പിന്നെ ഈ കൈ നമുക്ക് ചെല്ലണ്ടേ? 2 കൈയുള്ളവർ ചെയ്യുന്ന പോലെ അത്രയും ഫാസ്റ്റ് അല്ലല്ലോ നമ്മളൊക്കെ ചെയ്യുമ്പോഴേ. നിങ്ങൾക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അല്ല, അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? എനിക്കറിയില്ല. വെച്ചിട്ടില്ല. അല്ല, അങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത ഉണ്ടാവില്ലായിരിക്കും. എന്നാലും ഫ്ലെക്സിബിലിറ്റി കിട്ടത്തില്ലായിരിക്കും. അതാണ് എനിക്ക് ഒരു ഇതില്ല. നമ്മൾ അതിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റത്തില്ലാത്തവര്. സ്കൂളിലൊക്കെ വായിച്ചിട്ടുണ്ടോ ഇത്? സ്കൂളില് വാഴോട്ട സ്കൂളിലും ഈ സ്കൂളിലും വായിച്ചിട്ടുണ്ട്. മത്സരത്തിനൊക്കെ പോയിട്ടുണ്ടോ? മത്സരത്തിനൊന്നും പോയിട്ടില്ല. താല്പര്യമില്ല പോവാൻ. മത്സരിക്കാൻ താല്പര്യമില്ല ആരോടും. ഈ കഴിവുകൾ ഇങ്ങനെ ഈ കീബോർഡ് വായിക്കുമ്പം എപ്പോഴെങ്കിലും ഭയങ്കര ഫീൽ ചെയ്തിട്ടുണ്ടോ? ഭയങ്കര പാട്ടിലൊക്കെ വായിക്കുമ്പോ ഫീൽ ചെയ്ത് വായിക്കും. എന്താ ഫീൽ ചെയ്യുന്നത്? നമുക്ക് പാട്ടിൽ ഓരോ റൊമാൻറ്റിക്, അതൊക്കെ റൊമാൻറ്റിക് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? കൊച്ചു കള്ള, ഞാൻ പറഞ്ഞില്ലേ താടിയൊക്കെ. പൂപ്പനായിരുന്നു ഭയങ്കര ഇഷ്ടം. അപ്പൂപ്പനായിരുന്നല്ലേ കുഞ്ഞിലെ മുതല് നിലത്ത് വെക്കാണ്ട് കൊണ്ട് നടന്നായിരിക്കും. അല്ല, കീബോർഡ് ആഗ്രഹം പറഞ്ഞപ്പോ തന്നെ അപ്പൂപ്പ മേടിച്ചു തന്നില്ലേ? പിന്നെ ഇനി എന്താണ് പ്ലാൻ? പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇനി ഡിഗ്രിക്ക് പോകണം. അത് കഴിഞ്ഞ് ജോലി, കമ്പ്യൂട്ടർ പഠിക്കാം. ജോലി, കമ്പ്യൂട്ടർ പഠിക്കാൻ പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട. ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് തന്നെ കമ്പ്യൂട്ടർ പഠിച്ച് അതിന് ജോലി കിട്ടുമ്പോൾ ജോലി. അപ്പൊ ഈ കീബോർഡോ? കീബോർഡ് അതിന്റെ കൂടെ കൊണ്ടുപോകും. ഓ, സൈഡായിട്ട്. മൾട്ടി ടാലന്റഡ് ആണ്. ചെറുതായിട്ടാണ്. ഭയങ്കര കഴിവാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിതില് സരിഗമ വരെ വായിക്കാറത്തുള്ളൂ. എനിക്ക് അത്ര അറിയത്തുള്ളൂ. അതായത് ഞാൻ എപ്പോഴോ പോയപ്പോൾ പഠിച്ചൊരു സാധനമാണ്. അത് കഴിഞ്ഞ് പഠിക്കാനും താല്പര്യമില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഞങ്ങളൊക്കെ മൂവ് ചെയ്യുന്നോണ്ടിരിക്കുന്നത് തന്നെത്താനെ എല്ലാവരെയും ചെയ്യാണ്ട് ചെയ്തോണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അഹങ്കാരമായിരിക്കും. അതുകൊണ്ടാണ് ഒരു കലയിലോട്ടൊന്നും പോയില്ല. മനസ്സിലായത്? നിങ്ങളെ പോലെ കലാകാരന്മാർ തേടി നടക്കുന്ന പണിയാണ് നടക്കണത് ഇപ്പോൾ. കൂട്ടുകാരൊക്കെ എന്നാ പറയുന്നത്? കൂട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്. കീബോർഡ് വായിക്കുന്നതിനാലും എന്തിനായിരുന്നാലും നല്ല സപ്പോർട്ടാണ്. എനിക്ക് സത്യത്തിൽ കുറെ കാര്യങ്ങൾ അമ്മച്ചിയോടൊക്കെ ചോദിക്കണമെന്നുണ്ട്. പക്ഷെ അമ്മച്ചിയൊക്കെ ഭയങ്കര കരച്ചിലായതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് എന്നെ കൂടെ കരയിക്കാനല്ല, നിങ്ങൾ കരയുന്നല്ല ഇവിടുത്തെ പ്രശ്നം, ഞാനും കൂടെ കരയാതെ ഇവിടുത്തെ പ്രശ്നം. അമ്മയൊക്കെ കൂടെ ഞാനും ഭയങ്കരമായിട്ടും. ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് നമ്മൾ ഈ അനുഭവിച്ച വേദന ആരോട്, അതിപ്പോ ഒരു വാക്കി പറഞ്ഞാലും 2 വാക്കി പറഞ്ഞാലും നമുക്ക് തീരില്ല. നമുക്കത് ഭയങ്കരമായിട്ട് ഫീലും ചെയ്യും, ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യും. പാട്ടും പാടും. ഇതൊക്കെ ഒരാൾ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോ എനിക്ക് ഇന്നൊക്കെ കഴിവുണ്ടെന്ന് എണീറ്റ് എന്ന് പറയണം. ഞങ്ങളായിട്ട് ചോദിക്കാൻ ചിലപ്പോൾ മറക്കും. ഞാൻ വിശ്വസിക്കണം. പാട്ട് പാടി ഞാൻ കേട്ടെ. தெரியாதுന്നോ? ഏത് പാട്ടാ പാടാൻ അറിയാവുന്നേ? അറിയാന്നുള്ളൊരു പാട്ട് പാടും. ഇന്ന ഇടയ്ക്ക് ഒരാള് പാട്ട് പാടാവോ ഡാൻസ് കളിക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ കയറി ചെയ്യും. അത് വേറൊന്നുമല്ല, ആ ചോദിച്ചവരുടെ അത് ഞാൻ ബഹുമാനിക്കും. പിന്നെ അവരാരോടും ചോദിക്കത്തില്ല. പിന്നെ ആരോടും ചോദിക്കത്തില്ല. അതുകൊണ്ട് പാട്. സുന്ദരിയേവാ വെണ്ണിലവേവാ എൻ ജീവതാളം നീ പ്രണയിനിയോ നീലരാവിലൻ സ്നേഹവേദിയിൽ മമ തോഴിയായി വാ പ്രിയമയോ അന്നൊരിക്കലെന്നോ കണ്ട നാളിൽ എൻ്റെ ഹൃദയമന്ത്രം കാത്തുവെച്ചു ഞാനോ സുന്ദരിയേവാ വെണ്ണിലവേവാ എൻ ജീവതാളം നീ പ്രണയിനിയോ. അടിപൊളി അടിപൊളി. എന്നെ സുന്ദരിയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞ് കാണാത്തോണ്ടാ. അവളെ അല്ല ഞാനാ, ക്യാമറയല്ല ഞാൻ എന്നെ കുറിച്ചാ പറഞ്ഞേ. അന്ന് എല്ലാവരും കൂടെ അവളെ നോക്കണം. അവളെ സുന്ദരിയല്ല, ഞാനാ സുന്ദരി. ഓക്കെ. അപ്പം ഇനിയിപ്പം കീബോർഡിൽ നെക്സ്റ്റ് ലെവല് നല്ല ടഫായിട്ടുള്ള, അപ്പം ഇത്രയും വെച്ചിട്ട് നമ്മൾ ഇത്രയും ചെയ്തില്ലേ, ഇനിയും നമ്മളെ കൊണ്ട് സാധിക്കും. ഞാൻ പറയുന്നതല്ല,
അത്രയും കഴിവുണ്ട്. കാരണം ഇതായിരിക്കാം ഒരു പക്ഷേ ലൈഫിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഇത് അല്ലേ അമ്മച്ചി? നല്ലതാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അവൻ നല്ലതല്ലേ എടാ, പറഞ്ഞടാ അമ്മച്ചി, അവൻ നല്ലതാവും അമ്മച്ചി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അമ്മച്ചിയുടെ ഒന്നും എനിക്ക് എക്സ്പീരിയൻസോ കഴിവോ ഒന്നുമില്ല, എന്നാലും ഞാൻ പറയാ ഇതൊക്കെ നല്ലതിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ നമുക്ക്. അവന്റെ അപ്പന് വലിയ ആഗ്രഹമായിരുന്നു അവൻ സ്റ്റേജിലൊക്കെ കയറി വായിക്കണമെന്നൊക്കെ. പക്ഷെ കണ്ട് ഒരു പ്രാവശ്യം എന്തോ സ്റ്റേജിൽ കയറി പാടിയതും കണ്ട അപ്പൻ ചന്ദ്രബാബു സാറാണ് എന്നെ പാട്ട് പഠിപ്പിച്ചു കുറച്ച് ദിവസമൊക്കെ. ഇപ്പം കൊറോണ വന്നതിന് ശേഷം സാറ് പറഞ്ഞു ക്ലാസ് ഓൺലൈൻ ക്ലാസ് എടുക്കാം, ഫീസ് ഒന്നും മാച്ചില്ല. ഇവിടെ ഈ പറയുന്ന വീൽ ചെയറിലാണോ സ്കൂളിൽ പോകുന്നേ? ഇല്ല, അമ്മ കൊണ്ടാക്കും. ഇനിയിപ്പോ നാളെ തൊട്ട് വീൽ ചെയറിൽ പോവാം. അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട്. അപ്പൊ എങ്ങനെ വീൽ ചെയർ ഈ വഴി കൂടെ കൊണ്ടുപോകുന്നേ? സൈഡോ നീക്കും. അപ്പൊ എവിടം വരെ പോണം? ചാവടിയാടെ പോണം. കോവളം കഴിഞ്ഞും പോണം? അല്ല, ഇത് വഴി അങ്ങോട്ട് അങ്ങോട്ട് വെങ്ങാനൂർ. ഓട്ടോയ്ക്കൊന്നും പറഞ്ഞു വിടാൻ പറ്റത്തില്ല. രാവിലെ 150 രൂപ, വൈകുന്നേരം 150 രൂപ, അങ്ങനെ അത്. പിന്നെ നമുക്ക് ബുദ്ധിമുട്ട്, വണ്ടി എടുത്ത് കയറ്റണം. അവന് നേരത്തെ ഒരു വീൽ ചെയർ ഉണ്ടായിരുന്നു, അത് അവൻ്റെ അപ്പൂപ്പ അതിൽ കൂടാരം പോലെയൊക്കെ കെട്ടി ലൈറ്റൊക്കെ വെച്ച് മഴയായാലും വെയിലായാലും അവന് കൊണ്ട് പോവാം. അങ്ങനെ അതിലാണ് അപ്പൂപ്പൻ കൊണ്ടൊക്കെ പോവുകയൊക്കെ ചെയ്യണതായിരുന്നു. അപ്പൂപ്പൻ തന്നെ വിടൂല അവനെ, അപ്പൂപ്പൻ നടന്നും പോവും, അവനെ ആ വണ്ടിയിൽ കൊണ്ടും പോവും. അങ്ങനെയാണ് അപ്പൂപ്പൻ നേരത്തെ കൊണ്ടുപോയതിന്. ഇപ്പോൾ ഈ വണ്ടി കിട്ടിയപ്പോൾ അപ്പൂപ്പൻ ഇല്ല, ആ വണ്ടി ചീത്തയായിപ്പോയി. അങ്ങനെ അതൊന്നും ചെയ്യാതെ ഇപ്പോൾ അവൻ പോവാന്ന് നാളെ മുതൽ പോവാന്ന് പറഞ്ഞിരിക്കുന്നു. മഴയാണെങ്കിൽ പോവാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഇപ്പൊ ചെറുതിലെ ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും ആവശ്യങ്ങളൊക്കെ ആരാ നടത്തി കൊടുക്കുന്നത്? ചേച്ചിയാണോ അമ്മയാണോ? അമ്മ ചെയ്യും, ഞാൻ ചെയ്യും. അങ്ങനെ ഞങ്ങൾ അങ്ങനെ വേറ്റി ഇരിപ്പില്ല. ഞങ്ങളില്ലാത്ത നേരം ഈ കുഞ്ഞമ്മയൊക്കെ ചെയ്യും. അങ്ങനെ മാറിയും തിരിഞ്ഞും എല്ലാവരും ചെയ്യും. പല്ല് തേക്കാന് ബാത്റൂമിൽ പോകുമ്പോഴൊക്കെ ഞങ്ങൾ മാറി തിരിഞ്ഞൊക്കെ ചെയ്യും. ഞാൻ ഇല്ലായിരിക്കും മോളായിരിക്കും, മോളില്ലായിരിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. ഒരാളവിന് എന്തായാലും വേണം, ആവശ്യമാണ്. ഒരാളിൻ്റെ സഹായം വേണം. ഒരു റെസിഡാന എന്തെങ്കിലും കഴിക്കാനൊക്കെ ഇപ്പോഴും തന്നെയൊക്കെ കഴിക്കും അവൻ. കൊണ്ട് കൊടുത്താൽ തന്നെ കഴിക്കും. പിന്നെ വെള്ളമൊക്കെ എടുത്തോണ്ട് വെച്ചിരുന്ന എടുത്ത് കുടിക്കും. അങ്ങനെയൊക്കെ ചെയ്യും. എഴുതുന്നത് എങ്ങനെയാ? അവൻ തന്നെ ഇങ്ങനെ വെച്ചിട്ട് എഴുതും അല്ലേ? സ്റ്റൂള് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ബുക്ക് വെച്ച് ഇങ്ങനെ എഴുതും. അതിൻ്റെ മുകളിൽ വെച്ചെഴുതും. സ്കൂളിലും അങ്ങനെ തന്നെ ബെഞ്ചിൻ്റെ പുറത്ത് വെച്ചെഴുതും. എന്താണെങ്കിലും കഴിവുകളൊക്കെ ഒരുപാടുണ്ട്. ഇവിടെ ഈ രണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ എഴുതുമ്പോൾ എൻ്റെ അമ്മ പറയുന്നത് ഇവിടെ പിടിച്ചാൽ എവിടെയാണ് കാണുന്നത്, കയ്യക്ഷരം പോലും ശരിയല്ല. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, സ്പെഷ്യൽ ടാലൻറ്റഡും ഒരുപാട് കഴിവുകളും ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ആഗ്രഹമുള്ള പോലെ കീബോർഡിസ്റ്റായിട്ട് അറിയപ്പെടട്ടെ. ഓക്കെ, താങ്ക് യു.